നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഗൾഫ് മേഖലയെ വീണ്ടും വൻ യുദ്ധഭീതിയിലാഴ്ത്തി അമേരിക്കയും ഇറാനും തമ്മിൽ അതിരൂക്ഷമായ സൈനിക ഏറ്റുമുട്ടൽ. ജോർദാനിലെ US സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണ ശ്രമത്തിന് പിന്നാലെ ഇറാന് നേരെ അതിശക്തമായ തിരിച്ചടിയുമായി അമേരിക്കൻ സൈന്യം രംഗത്തെത്തി. ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ കമാൻഡ് സെന്ററുകൾ, മിസൈൽ ഡ്രോൺ സംഭരണ കേന്ദ്രങ്ങൾ, തീരദേശ നിരീക്ഷണ സംവിധാനങ്ങൾ, നാവിക താവളങ്ങൾ എന്നിവ ഉൾപ്പെടെ ഡസൻ കണക്കിന് തന്ത്രപ്രധാന ലക്ഷ്യങ്ങളിൽ US വ്യോമസേനയും നാവികസേനയും ബോംബാക്രമണം നടത്തി. ജോർദാനിലെ US സൈനിക താവളം ലക്ഷ്യമിട്ട് ഇറാൻ നടത്തിയ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണങ്ങൾ US വ്യോമ പ്രതിരോധ സംവിധാനം വിജയകരമായി തകർത്തതിന് തൊട്ടു പിന്നാലെയായിരുന്നു അമേരിക്കയുടെ ഈ കടുത്ത നടപടി. അമേരിക്കൻ പടക്കപ്പലുകളും അത്യാധുനിക പോർ വിമാനങ്ങളും പങ്കെടുത്ത തിരിച്ചടി 2 മണിക്കൂറോളം നീണ്ടുനിന്നു. ഇറാന് കനത്ത പ്രഹരം നൽകുമെന്ന് US പ്രസിഡന്റ് ട്രംപ് പ്രഖ്യാപിച്ചതിന് പിന്നാലെയായിരുന്നു സെൻട്രൽ കമാൻഡ് മേഖലയിൽ വ്യോമാക്രമണ തരംഗം അഴിച്ചുവിട്ടത്. ഇറാനിലൊരു ഭൂമി കുലുക്കം പോലെ അനുഭവപ്പെട്ടു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഹോർമോസ് കടലിടുക്കിലെ പ്രധാന തന്ത്രപ്രധാന കേന്ദ്രമായ കശ്മീർ ദ്വീപിന് US നടത്തിയ ബോംബാക്രമണത്തിൽ ഒരു കുട്ടിയടക്കം 3 പേർ കൊല്ലപ്പെട്ടു. ദ്വീപിലെ പാർപ്പിട സമുച്ചയത്തിന് മുകളിലായി US മിസൈലുകൾ പതിക്കുകയായിരുന്നു. ആക്രമണത്തിൽ ഒരു ദമ്പതികളും അവരുടെ 2 വയസ്സുള്ള കുഞ്ഞുമാണ് കൊല്ലപ്പെട്ടത് എന്നാണ് ഇറാനിയൻ ഔദ്യോഗിക മാധ്യമങ്ങൾ സ്ഥിരീകരിച്ചത്. കശ്മീരിന് പുറമെ തെക്കു പടിഞ്ഞാറൻ നഗരങ്ങളായ അബ്ബാദാൻ, ഔഹാൻ, അതുപോലെ തന്നെ ബുഷഹർ, ഫാർസ് പ്രവിശ്യ, വടക്കുകിഴക്കൻ ഖുസേസ്താൻ പ്രവിശ്യ എന്നിവിടങ്ങളിലും ശക്തമായ സ്ഫോടനങ്ങൾ നടന്നു. ഇറാന്റെ ഭാഗത്തു നിന്നും അവരെ പിന്തുണയ്ക്കുന്ന സായുധ ഗ്രൂപ്പുകളിൽ നിന്നും അമേരിക്കൻ സൈന്യത്തിനും അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തിനും നേരെ ഉയരുന്ന ഭീഷണികൾ പൂർണ്ണമായും ഇല്ലാതാക്കുകയാണ് ഈ തിരിച്ചടിയിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് US സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കി. മേഖലയിൽ യാതൊരു വിട്ടുവീഴ്ചയിൽ ഇല്ലാതെ ശക്തമായ സൈനിക നടപടികൾ തുടരുമെന്ന് വാഷിംഗ്ടൺ മുന്നറിയിപ്പ് നൽകി. അതിനിടെ സംഘർഷം അയൽ രാജ്യങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്നതിന്റെ സൂചന നൽകിക്കൊണ്ട് കുവൈത്തിൽ ഇറാന്റെ ഭാഗത്ത് നിന്ന് ആക്രമണം ഉണ്ടായി. വടക്കൻ കുവൈത്തിൽ ചൈനീസ് കമ്പനിയുടെ ഉടമസ്ഥയിലുള്ള കെട്ടിടത്തിന് നേരെ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ ഒരു പ്രവാസി തൊഴിലാളി കൊല്ലപ്പെട്ടു. ആക്രമണത്തിന് കെട്ടിടത്തിൽ ഗുരുതരമായ ഭൗതിക നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്ന് കുവൈറ്റ് പ്രതിരോധ മന്ത്രാലയം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. സംഭവ സ്ഥലത്ത് കുവൈറ്റ് അധികൃതർ ആവശ്യമായ അടിയന്തര നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് പ്രതിരോധ മന്ത്രാലയ വക്താവ് മേജർ ജനറൽ സൗദ് അബ്ദൂസ് അസീസ് അൽ ഉദൈബി അറിയിച്ചു. രാജ്യത്തിന്റെ പരമാധികാരവും സുരക്ഷയും സ്ഥിരതയും സംരക്ഷിക്കുന്നതിനായി കണിശമായ സുരക്ഷാ മുൻകരുതലുകൾ നടപ്പിലാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. വ്യോമസേനയും സുരക്ഷാ വിഭാഗങ്ങളും മറ്റ് ബന്ധപ്പെട്ട അധികൃതരുമായി ചേർന്ന ഉയർന്ന ജാഗ്രതയിലാണ് പ്രവർത്തിക്കുന്നത്. രാജ്യത്തെ പൗരന്മാരുടെയും വിദേശികളുടെയും സുരക്ഷ ഉറപ്പാക്കാൻ ഏതറ്റം വരെയും പോകുമെന്നും സായുധ സേന തങ്ങളുടെ ദൗത്യം പൂർണ്ണ സജ്ജമായി തുടരുമെന്നും കുവൈത്ത് പ്രതിരോധ മന്ത്രാലയം പ്രസ്താവനയിലൂടെ വ്യക്തമാക്കി. മേഖലയിൽ ഇറാന്റെ ഭാഗത്ത് നിന്നുള്ള ആക്രമണങ്ങൾ കടുക്കുന്നതിനിടയിൽ അയൽരാജ്യമായ കുവൈത്തിലെ വിദേശ കമ്പനിക്ക് നേരെ ഉണ്ടായ സംഭവം പശ്ചിമേഷ്യൻ കൂടുതൽ നയതന്ത്ര തലത്തിലുള്ള ആശങ്കകൾക്ക് വഴി തുടങ്ങുകയായിരുന്നു. പ്രവാസി തൊഴിലാളിയുടെ മരണം കുവൈത്തിലെ മലയാളി സമൂഹം അടക്കമുള്ള വിദേശികൾക്കിടയിലും ഭീതി പടർത്തിയിട്ടുണ്ട്. കുറച്ച് ദിവസങ്ങളായി പശ്ചിമേഷ്യയിൽ നിലനിന്നിരുന്ന താൽക്കാലിക ശാന്തതയ്ക്ക് വിരാമമിട്ടുകൊണ്ട് ആക്രമണം രൂക്ഷമായതോടുകൂടി ഗൾഫ് മേഖല വീണ്ടും പൂർണ്ണതോതിലുള്ള യുദ്ധഭീതിയിലായി. നയതന്ത്ര തലത്തിൽ സംഘർഷം ലഘൂകരിക്കാൻ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ശ്രമങ്ങൾ തുടരുന്നുണ്ടെങ്കിലും ഇരു രാജ്യങ്ങളും പരസ്പരം വിട്ടുവീഴ്ചയില്ലാതെ പോരാട്ടം തുടരുന്നത് സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാകുന്നു. ഹോർമോസ് കടലിടുക്കിലെ അസ്വസ്ഥതകളും അമേരിക്കയുടെ ശക്തമായ തിരിച്ചടിയും ആഗോള സാമ്പത്തിക മേഖലയെയും അന്താരാഷ്ട്ര ഊർജ്ജ വിപണിയെയും ഒരുപോലെ ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട്. ക്രൂഡ് ഓയിൽ വിതരണം തടസ്സപ്പെടുമെന്ന ഭീതിയിൽ ആഗോള വിപണിയിൽ എണ്ണവില വർദ്ധിക്കാൻ ഈ സാഹചര്യം കാരണമായേക്കും. കൂടുതൽ കടുത്ത സൈനിക നടപടികളിലേക്ക് കടക്കുമെന്ന ഇരുപക്ഷവും മുന്നറിയിപ്പ് നൽകിയതോടെ പശ്ചിമേഷ്യയിലെ സംഘർഷം ഏതു നിമിഷവും കൂടുതൽ വലിയൊരു പ്രാദേശിക യുദ്ധമായി മാറുമെന്ന ഭീതിയിലാണ് ലോകരാജ്യങ്ങൾ. വ്യോമാക്രമണങ്ങൾ തുടരുന്ന സാഹചര്യത്തിൽ ഗൾഫ് മേഖലയിലുള്ള വിദേശ രാജ്യങ്ങളിലെ എംബസികൾ തങ്ങളുടെ പൗരന്മാർക്ക് ആവശ്യമായ സുരക്ഷാ ജാഗ്രത നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ടെന്നാണ് വ്യക്തമാകുന്നത്. ജാഗ്രത പാലിക്കാനും അത്യാവശ്യമില്ലാത്ത യാത്രകൾ പരമാവധി ഒഴിവാക്കാനും അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും US പ്രസിഡന്റ് ട്രംപും വൈറ്റ് ഹൌസിൽ നടത്തിയ നിർണായക കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങൾ പുറത്തുവരുന്നു. ഇറാനെ നേരിടുന്നതിനായി നയതന്ത്രം, സാമ്പത്തിക ഉപരോധം, സൈനിക നടപടി എന്നീ 3 സാധ്യതകളെക്കുറിച്ച് ഇരു നേതാക്കളും വിശദമായി തന്നെ ചർച്ച ചെയ്തതായി ഉന്നത ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തു. ഇനി ഇറാനെ തളർത്താൻ 3 വഴിയേ ഉള്ളൂ എന്നാണ് നെതന്യാഹുവും ട്രംപും പറയുന്നത്. സിറിയയിലെയും ലബനനിലെയും ഇസ്രായേൽ സൈനിക നടപടികൾ ട്രംപിനുള്ള അതൃപ്തി മറികടക്കാൻ
മാപ്പുകൾ ഉപയോഗിച്ച് വിശദീകരണം നടത്താനും നെതന്യാഹു കൂടിക്കാഴ്ചയ്ക്കിടെ ശ്രമം നടത്തി. 90 മിനിറ്റോളമാണ് ഓവൽ ഓഫീസിൽ ഇരു നേതാക്കളും ചർച്ച നടത്തിയത്. സൈനിക നടപടിയുമായി നെതന്യാഹു ട്രംപിനുമേൽ സമ്മർദ്ദം ചെലുത്തിയതില്ലെന്നും മറിച്ച് ഇറാന്റെ കാര്യത്തിൽ മുന്നിലുള്ള 3 പ്രധാന വഴികളെക്കുറിച്ചുള്ള ഒരു ആശയ കൈമാറ്റം മാത്രമാണ് നടത്തിയത് എന്നും ഇസ്രയേലി ഉദ്യോഗസ്ഥർ പറയുന്നു. ഇറാന്റെ ആണവ പദ്ധതികളെ നിയന്ത്രിക്കുന്നതിനായി ഒരു പുതിയ കരാറിലെത്തുക എന്നതാണ് ആദ്യം പരിഗണിക്കേണ്ടത്. രണ്ടാമതായി സാമ്പത്തികവും അതുപോലെ ഉപരോധവും വഴിയുള്ള സമ്മർദ്ദമാണ്. പുതിയ കരാറുകൾ ഇല്ലാതെ തന്നെ ഉപരോധങ്ങൾ ശക്തമാക്കിയും ഇറാന്റെ തുറമുഖങ്ങൾ ഉപരോധിച്ചും സാമ്പത്തികമായി ഞെരുക്കണം. മൂന്നാം ഘട്ടമായി ഇറാനെതിരെ വീണ്ടും ശക്തമായ സൈനിക നടപടി ആരംഭിക്കുമെന്നും ഇസ്രയേലി ഉദ്യോഗസ്ഥൻ അറിയിച്ചു. ഇറാനെതിരായ ആക്രമണം പുനരാരംഭിക്കാൻ ട്രംപിനെ സമ്മതിപ്പിക്കാനാണ് നെതന്യാഹു വാഷിംഗ്ടണിൽ എത്തിയതെന്ന പ്രചാരണം ഉദ്യോഗസ്ഥൻ തള്ളി. അന്തിമ തീരുമാനം ട്രംപിന്റേതാണെങ്കിലും ഇറാൻ ഇസ്രയേലിനെ ആദ്യം ആക്രമിക്കുകയാണെങ്കിൽ തിരിച്ചടിക്കാൻ അമേരിക്കയുടെ പച്ചക്കൊടിയായി ഇസ്രായേൽ കാത്തുനിൽക്കില്ല എന്ന് നെതന്യാഹു അറിയിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഹോർമൂസ് കടലിടുക്കിലെ തടസ്സങ്ങൾ കാരണം ഇന്ധനവില ഉയരുന്നതിലും അമേരിക്കൻ ഇടക്കാല തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ആഗോള സമ്പദ് വ്യവസ്ഥയിലുണ്ടാകുന്ന ആഘാതത്തിലും ട്രംപ് ആശങ്ക പ്രകടിപ്പിച്ചു. എന്നാൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഹോർമൂസ് കടലിടുക്ക് ബാക്കിയുള്ള അവസാന പിടിവള്ളിയാണ് എന്നും ഇതുപയോഗിച്ച് വിലപേശാൻ അവരെ അനുവദിക്കരുതെന്നും നെതന്യാഹു പറഞ്ഞു. കഴിഞ്ഞ 4 മാസമായി അമേരിക്കയും ഇസ്രായേലും ഇറാനുമേൽ ചെലുത്തിയ സമ്മർദ്ദത്തെ ചെറുനിൽക്കാൻ ഇറാന് കഴിഞ്ഞതായി തോന്നാമെങ്കിലും യഥാർത്ഥത്തിൽ ഇറാൻ വളരെ ദുർബലമാണെന്നും കനത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുകയാണെന്നും ഇസ്രായേൽ ഉദ്യോഗസ്ഥർ അവകാശപ്പെട്ടു. അവിടെ ജനങ്ങളുടെ പ്രതിരോധങ്ങൾ പുനരാരംഭിച്ചിട്ടുണ്ട്. ഇറാനിലെ വിലക്കയറ്റം 90% അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇറാന്റെ ആയുധ ശേഖരണത്തിലും ഗണ്യമായ കുറവ് ഉണ്ടായിട്ടുണ്ടെന്ന് ഇസ്രായേലിന്റെ വാദമുണ്ട്. യുദ്ധത്തിന് മുൻപുണ്ടായിരുന്ന 10,000-കണക്കിന് ബാലിസ്റ്റിക് മിസൈലുകളിൽ ഭൂരിഭാഗവും നശിപ്പിക്കപ്പെടുന്നതും ഇപ്പോൾ ഏകദേശം 1,500 എണ്ണം മാത്രമേ ഇറാന്റെ പക്കലുള്ളൂ എന്നും ഇസ്രായേൽ വിലയിരുത്തുന്നു. പുതിയവ നിർമ്മിക്കാൻ ഇറാന് ശേഷിയില്ലെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ യുദ്ധം വീണ്ടും ഒരു 4ാം ഫേസിലേക്ക് കടന്നിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. യുദ്ധം 4.0 ആകുന്നു എന്ന് വേണമെങ്കിൽ പറയാം. 3.0 2.0 ഒക്കെ കഴിഞ്ഞു. യുദ്ധം അങ്ങനെ മൂർധന്യ അവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്നു എന്ന് വേണം പറയാൻ. കാരണം അറബി കൂട്ടങ്ങൾ കൂടി അല്ലെങ്കിൽ സൗദി കൂടി രംഗത്ത് വന്നതോടുകൂടി ഇത് കൂടുതൽ ശക്തമായ ഒരു ദിശയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മലയാളി പ്രവാസിയുടെ ജീവനാണ് നഷ്ടപ്പെട്ടതെന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. പക്ഷേ അത് പ്രവാസി മാത്രമാണ്, പ്രവാസിയുടേത് ഒരു ജീവൻ നഷ്ടമായി എന്ന വിവരവും ലഭിക്കുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ വരും മണിക്കൂറിലെ വരികയുള്ളൂ. തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ സൗദിയും തിരിച്ചടിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഏതായാലും യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പോകുന്നു. 90 മിനിറ്റോളം നെതന്യാഹുവും ട്രംപും സംസാരിക്കുന്നു. അത് എത്ര മിനിറ്റാണോ നെതന്യാഹുവും ട്രംപും ഒരുമിച്ച് കണ്ടത് അത്രയും മിനിറ്റ് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാന്റെ പതനത്തിന് വേണ്ടിയിട്ടുള്ള മാപ്പ് തയ്യാറാക്കലായിരുന്നു, അല്ലെങ്കിൽ ഇറാന്റെ പതനം മാത്രമായിരുന്നു ചർച്ച എന്ന് വേണം കരുതാൻ. എന്തായാലും യുദ്ധം വീണ്ടും പിടിമുറുക്കുന്നു. പ്രവാസികൾ വളരെ വേദനയോടുകൂടിയാണ് നിലവിലെ സാഹചര്യം എടുക്കുന്നത്. എന്തായാലും കാത്തിരുന്ന് കാണാം മറ്റ് നീക്കങ്ങൾ എങ്ങനെയാണ് എന്നുള്ളത്.